തൂങ്ങാംപാറ കൃപ ഓഡിറ്റോറിയത്തിൽ വിവാഹ റിസപ്ഷൻ നടക്കുന്നതിനിടെ യുവാവിന് കഴുത്തിൽ കുത്തേറ്റു. കുത്തേറ്റ അജീറിനെ ആദ്യം കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. കണ്ടല കാട്ടുവിള സ്വദേശി കണ്ണനാണ് അജീറിനെ കുത്തിയത്. ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്തെ പാചകപ്പുരയ്ക്ക് സമീപമാണ് അക്രമം നടന്നത്. കണ്ണൻ ഓടി രക്ഷപ്പെട്ടു. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന. കാട്ടാക്കടയിൽ നിന്നും മാർനല്ലൂരിൽ നിന്നും പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. വൈകുന്നേരം 6:30യോടെയാണ് സംഭവം നടന്നത്. ബിയർ കുപ്പി പൊട്ടിച്ചിട്ടാണ് കുത്തിയത്. ഇവിടെ ഒരു കല്യാണമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ കല്യാണത്തിൻ്റെ ഇതിൽ ടീ പാർട്ടിയാണ്. നമ്മുടെ ഈ കല്യാണ പയ്യൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ടീ പാർട്ടിക്ക് വന്ന എല്ലാവരും സഹകരിച്ച് അറിയത്തക്ക ആൾക്കാരാണ്. അപ്പോൾ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ പുറകുവശത്തിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഇവരെന്തോ മദ്യപിക്കുക ഒരു പഴയ വിരോധത്തിനകത്ത് വെച്ചിട്ടാണ് ബിയർ കുപ്പി പൊട്ടിച്ച്. അൻവർ, അജീർ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ആർക്കാണ് കുത്തേറ്റതെന്ന് നമുക്ക് ഡൗട്ടുണ്ട്. കാരണം ഒരാൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്ത് നിൽക്കുമ്പോൾ കഴുത്തിൽ നല്ല കുത്തേറ്റ് ബ്ലഡ് നല്ല രീതിയിൽ ഒഴുകി പോകുന്ന തരത്തിലേക്കാണ് കാറിൽ കയറ്റി കൊണ്ടുപോയത്. അപ്പോൾ ഇത് ചെയ്ത ആൾ കണ്ടള കാട്ടുവള എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള ആളെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഓടിപ്പോയി. നമ്മളാരും ഇത്രയും ആൾക്കാരൊക്കെ വന്ന് കല്യാണ ഫംഗ്ഷനല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് കൂടെ ഈ കുത്തിയ ആൾ ഓടിപ്പോയി. നമുക്കതറിയില്ല. പക്ഷേ എന്തായിരുന്നാലും മറ്റേ ആൾക്ക് നല്ല മുറിവേറ്റിട്ടുണ്ട്. പോലീസ് കാട്ടാക്കട സിഐയും അതേപോലെ തന്നെ മാറന്നല്ലൂർ സിഐയും നരുവാമൂട് സർക്കിളും സിഐയും ഉൾപ്പെടെയുള്ള ഇവിടെ വന്ന് അതിൻ്റെ നടപടികൾ സ്വീകരിച്ച് പരിശോധിച്ചിട്ട് അവർ പോയിരിക്കുകയാണ്. ബാക്കി മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്കറിയാൻ കഴിയും. പക്ഷേ എന്തായാലും ഇതൊരു സമൂഹത്തിൻ്റെ അകത്ത് നമുക്ക് ഈ നേരത്തെ പറഞ്ഞില്ലേ ലഹരിയുടെ പ്രശ്നങ്ങളാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് യുവതലമുറകളെല്ലാം ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കത്തിക്കുത്തിലേക്കും മറ്റ് ആളെ കൊല്ലാനൊക്കെ തയ്യാറാകുന്നതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കർശനമായി നേരത്തെയൊക്കെ നല്ല രീതിയിലുള്ള നടപടികൾ സർക്കാർ നല്ല രീതിയിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് തടയാൻ കഴിയുമായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ ഉചിതമായിട്ടുള്ള നടപടികളൊക്കെ സർക്കാർ എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനൊക്കെ സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം എന്താണ് വ്യക്തിവിരോധം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കുത്തിയ പയ്യനും ഈ കുത്തേറ്റ പയ്യനും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, പറഞ്ഞ് കേട്ടുള്ള അറിവാണ് ഇവിടെ.